നമസ്കാരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കിയപ്പോൾ കൂടുതൽ കയ്യടികൾ ഏറ്റുവാങ്ങിയ താരങ്ങളിൽ ഒരാൾ സഞ്ജു സാംസണാണ്. ഓപ്പണർ റോളിലേക്ക് എത്തിയ സഞ്ജു 2 സെഞ്ചുറിയോടെയാണ് മിന്നിച്ചത്. ആദ്യ മത്സരത്തിലും അവസാന മത്സരത്തിലും തകർപ്പൻ സെഞ്ചുറി നേടിയ സഞ്ജു ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാവുകയും ചെയ്തു. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ മറ്റാർക്കുമില്ലാത്ത പല റെക്കോർഡുകളും സഞ്ജു ഈ പ്രകടനത്തിലൂടെ നേടിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ T20 ടീമിനൊപ്പം സീറ്റുറപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയിൽ കാഴ്ചവെച്ചത്. മിന്നും ഫോമിലുള്ള സഞ്ജുവിന്റെ പ്രകടനം വീണ്ടും ഇനി എപ്പോൾ കാണാനാകുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര ഇനി ഇംഗ്ലണ്ടിനെതിരെ ജനുവരിയിലാണ് ഉള്ളത്. IPL മെഗാ താരലേലമടക്കം വരാനിരിക്കെ സഞ്ജു വിശ്രമത്തിലേക്ക് പോകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സഞ്ജു ഇടവേള എടുക്കുന്നില്ല എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ആരാധകരെ തേടിയെത്തുന്നത്. സഞ്ജു സാംസൺ രഞ്ജി ട്രോഫി കളിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇംഗ്ലണ്ട് T20 പരമ്പരയും കേരളത്തിന്റെ അടുത്ത രഞ്ജി മത്സരവും അടുത്തടുത്തതായതിനാൽ തന്നെ സഞ്ജു രഞ്ജി ട്രോഫിക്കില്ലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ആവേശം നൽകി സഞ്ജു സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തെ നയിക്കാൻ പോവുകയാണ്. നവംബർ 23-നാണ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫി തുടങ്ങുന്നത്. കേരള ടീമിന്റെ ഓപ്പണർ റോളിലാകും T20 ടൂർണമെന്റിൽ സഞ്ജു കളിക്കുകയെന്നാണ് വിവരം. കൂടാതെ സഞ്ജു ആകും കേരള ടീമിനെ നയിക്കുകയെന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപ് വലിയ ഇടവേള വേണ്ട എന്നാണ് സഞ്ജുവിന്റെ നിലപാട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അടുത്ത T20 പരമ്പരയ്ക്ക് 2 മാസത്തോളം കാലതാമസം ഉള്ളതിനാൽ തന്നെ സഞ്ജു കേരള ടീമിനായി കളിക്കുന്നത് മികച്ച നീക്കമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസണ് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലും മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യയുടെ പല സൂപ്പർ താരങ്ങളും തിരിച്ചെത്തും. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഓപ്പണർ റോളിൽ തുടരാൻ ആഭ്യന്തര ടൂർണമെന്റുകളിലും മിന്നേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിനൊപ്പവും തുടർ സെഞ്ചുറികൾ നേടി മിന്നിക്കാൻ തന്നെയായിരിക്കും സഞ്ജു ശ്രമിക്കുക. എന്തായാലും കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് ഇപ്പോൾ സഞ്ജു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ 2 സെഞ്ചുറികളും അടിച്ചെടുത്തിരുന്നു. എന്നാൽ സഞ്ജു 2 മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. സഞ്ജുവിന്റെ സ്ഥിരതയ്ക്കെതിരെ വലിയ വിമർശനം ഇതിനോടകം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ടീമിനൊപ്പം മികവ് കാട്ടി ഈ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ തന്നെയായിരിക്കും സഞ്ജു ശ്രമിക്കുകയെന്ന് തന്നെ പറയാം. കേരളത്തിനെ കപ്പിലേക്ക് എത്തിക്കുമോ എന്നൊരു ചോദ്യമാണ് വീണ്ടും ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്. IPL രാജസ്ഥാൻ റോയൽസ് നായകനാണ് സഞ്ജു സാംസൺ. കേരളത്തെ കിരീടത്തിലേക്ക് എത്തിക്കാനുള്ള നായക മികവ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനുണ്ട് എന്ന് പറയാം. മുന്നിൽ നിന്ന് നയിച്ച് കേരളത്തിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയാം. കേരളത്തിന്റെ ആദ്യ മത്സരം 23-ന് സർവീസസിനെതിരെയാണ്. ഹൈദരാബാദിലാണ് ഈ മത്സരം നടക്കുന്നത്. ഡിസംബർ 15-നാണ് ഫൈനൽ നടക്കുന്നത്. ഈ സമയം വരെ മറ്റ് ദേശീയ മത്സരങ്ങളൊന്നുമില്ല എന്നതും ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു കേരള ടീമിനൊപ്പം പൂർണ്ണമായും ഉണ്ടാകുമെന്ന് തന്നെ പറയാം. കേരളത്തിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതും കണ്ടു തന്നെ അറിയാം.